ക്രിസ്തുവിലെല്ലാ ദൈവദാസിദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനത്തെയും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. നാം തുടർമാനമായി ദൈവവചനം എന്താണെന്നും ദൈവവചനം ആരാണെന്നും നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ആത്മീയമായി ഒരു ശിശു വളരുമ്പോൾ മായമില്ലാത്ത പാല് കുടിക്കണമെന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ ആത്മീയ ശിശു വളർന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവന് ഒത്തിരി കുറവുകളുണ്ട്, ഒത്തിരി ബലഹീനതകൾ സംഭവിക്കാറുണ്ട്, അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി അഴുക്കുകൾ വരാറുണ്ട്. പക്ഷേ അവന് അത് വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്നതാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ ജനിച്ച, വീണ്ടും ജനനം പ്രാപിച്ച, വചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ശിശുവിന് മായമില്ലാത്ത പാല് കൊടുത്തേ മതിയാകേണ്ടു. ആ മായമില്ലാത്ത പാല് കുടിച്ച് രക്ഷയുടെ അല്ലെങ്കിൽ ആത്മമണ്ഡലത്തിൽ വളർന്നു വരുമ്പോൾ ഈ ലോകത്തിന്റെ ഒത്തിരി പാപങ്ങൾ എന്നെ നിങ്ങളെ വേട്ടയാടാം. പക്ഷേ ഒരു പരിധി വരെയൊക്കെ അമ്മയും സഹോദരങ്ങളൊക്കെ വന്നിട്ട് പറയും, മോനെ നിന്റെ ഹെയർ സ്റ്റൈല് മാറിക്കിടക്കുന്നു, ദാണ്ടെ അവിടെ അഴുക്കിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എപ്പോഴും അവരുണ്ടാകണമെന്നില്ല. എന്ന് വെച്ചാൽ ചില പ്രവാചകന്മാരോ ഉപദേഷ്ടാക്കന്മാരോ ദൈവദാസന്മാരോ നമ്മുടെ കുറവുകളൊക്കെ ചിലപ്പോൾ പറഞ്ഞു തന്നു വരാം. എപ്പോഴും അവരുണ്ടാകണമെന്നില്ലല്ലോ. എന്നാൽ ഒരു ശിശുവിന്റെ വളർച്ചയുടെ, ആത്മീയ വളർച്ചയുടെ, രക്ഷയ്ക്കായുള്ള ആത്മീയ വളർച്ചയുടെ മുമ്പിലോട്ടുള്ള യാത്രയിൽ ഈ ദുഷ്ടലോകത്ത് ജീവിക്കുമ്പോൾ, പാപം നിറഞ്ഞ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സ്വന്തമായി കാണുവാൻ കഴിയുന്ന, നമ്മുടെ ബലഹീനതകൾ കാണാൻ കഴിയുന്ന ഒരു കണ്ണാടിയാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ആമേൻ. അത് യാക്കോബ് ശ്ലീഹ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 22-23 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ. കണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുക മാത്രമല്ല, കേൾക്കിട്ട് ചതിക്കരുത്. ഒത്തിരി വചനങ്ങൾ നമ്മൾ കേട്ട് പോയവരാ, കേട്ട് മറന്നവരാ. അതുകൊണ്ടാണ് അടുത്ത വാക്യം, ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊത്തു വരുന്നു. കണ്ടോ? ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആത്മീയ വളർച്ചയുടെ ഓരോ പടികളിലും വീഴ്ചകളും താഴ്ചകളും സംഭവിക്കും. പക്ഷേ ആ വീഴ്ചയും താഴ്ചയിൽ കൂടെ നാം കടന്നുപോയാൽ നമുക്ക് എന്ത് കിട്ടുകയില്ല? രക്ഷയുടെ സമാപനത്തിൽ അല്ലെങ്കിൽ നിത്യതയിലേക്ക് നമുക്ക് പോകാൻ കഴിയത്തില്ല. നമ്മൾ പള്ളിയിൽ പോകുന്നവരാണ്, ഒത്തിരി വചനം വായിക്കുന്നവരാണ്, അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ വചനം വായിക്കുന്നത് കൊണ്ടോ വചനം കേട്ട് നിങ്ങൾ കൊള്ളുന്നത് കൊണ്ടോ അല്ല, അത് ചതിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യണം? നാം വായിച്ച വചനം നമ്മുടെ ജീവിതത്തിൽ, പ്രായോഗികമായ ജീവിതത്തിൽ, അത് പ്രവൃത്തി പദത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ മോഷ്ടിക്കരുത്, ഞാൻ മോഷ്ടാവാണ്. മോഷ്ടിക്കരുത് എന്ന് പറയുന്ന ഈ കണ്ണാടി എൻ്റെ മുമ്പ് ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ മോഷ്ടിക്കരുത്. അതെന്ത് ചെയ്യണം? അടുത്ത സെക്കൻഡ് മുതൽ ഞാൻ ആ കണ്ണാടിയിൽ എനിക്ക് വീഴ്ച സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ആ കണ്ണാടി നോക്കിയപ്പോൾ എന്നിൽ നിന്നുണ്ട് മോഷണം ഉണ്ട്, അല്ലെങ്കിൽ ഫോഷ്ക്ക് പറയുന്ന സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ അപ്പനെ അമ്മയെ അനുസരിക്കാത്ത സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ദൂതുകളെ തള്ളിക്കളയുന്ന സ്വഭാവങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ചീത്തയായ മറ്റു സ്വഭാവങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നു ഫോഷ്ക്ക് പറയാൻ പാടില്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? അതിനെ വൃത്തിയാക്കണം. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവേ വന്നുപോയി അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് ആ വിഷയത്തിൽ ഞാൻ ക്രമീകരണം പ്രാപിച്ച് വീണ്ടും ചെയ്യുകയല്ല. പിന്നെ എന്ത് ചെയ്യണം? ആ വചനത്തിൽ, അയ്യോ എനിക്ക് കള്ളം പറയാൻ പാടില്ല, എനിക്ക് മോഷ്ടിക്കാൻ പാടില്ല, എനിക്ക് അശ്ലീലങ്ങൾ പറയാൻ പാടില്ല,
എനിക്ക് പൊട്ടച്ചൽ കളിവാക്ക് ചേർച്ചയില്ലെന്ന് ഇതെവിടെന്നാ കിട്ടിയത്? ഈ കണ്ണാടിയിൽ നോക്കിയപ്പോൾ എൻ്റെ ലൈഫിൽ ഇതെല്ലാം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഓരോന്നായി കഴുകിക്കളയുവാനിടയെ. ഇതിനാണ് ദൈവത്തിന്റെ വചനത്തെ ഇവിടെ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത്. അതാണ് യാക്കോബിൽ സ്നേഹ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവദാസീദാസന്മാരെ, നമ്മൾ എത്ര വചനങ്ങൾ പഠിച്ചവരാ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്നും പല വചനങ്ങളും ഉപകാരപ്പെടുന്നില്ല. വചനം ഉപകാരപ്പെടുന്നില്ല. സ്വാഭാവികമായ മുഖം ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ മറന്നു പോവുകയാണ്. ഇതുപോലെ ദൈവവചനം വായിക്കുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് വചനം വായിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ വചനം അന്നേ ദിവസം നമ്മൾ എത്ര പ്രാവശ്യം ഉരുവിടാറുണ്ട്? എത്ര പ്രാവശ്യം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാറുണ്ട്? ആ ദൈവവചനം പറഞ്ഞ വചനങ്ങൾ പോലെ നമ്മൾ ജീവിക്കാറുണ്ടോ? നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ആത്മീയതയിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ സാമൂഹികപരമായുള്ള ജീവിതത്തിൽ ആ വചനത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ചതിക്കപ്പെടരുത്. നിങ്ങൾ വായിക്കുന്നു, ഒത്തിരി വായിക്കുന്നു, വചനം അറിയാം, പക്ഷെ നമ്മൾ അത് അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവദാസനെ, ദൈവദാസിയെ, നമ്മൾ അനുദിനം ഈ ദൈവവചനത്തെ ധ്യാനിക്കുന്നവരായിരിക്കണം. ഒരു ഭക്തനായ ഒരു മനുഷ്യൻ, ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ഒരു മനുഷ്യൻ തൻ്റെ മുഖം നോക്കുന്നത് 60-70 പ്രാവശ്യങ്ങളിലാണ്. 60-70 പ്രാവശ്യം. താൻ റോഡിൽ പോകുമ്പോൾ, വീട്ടിനകത്ത് വരുമ്പോൾ, താൻ ഹാളിൽ കയറുമ്പോൾ, താൻ വാഷ് ബേസിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ, താൻ ഫുഡ് കഴിഞ്ഞിട്ട് ശേഷം നോക്കണം, ഒന്ന് ഉറങ്ങിയെണീറ്റ ശേഷം ഏകദേശം 70 പ്രാവശ്യം തൻ്റെ മുഖം വൃത്തിയാക്കാറുണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അനുദിനം എല്ലാവരും മുഖം നോക്കാറുണ്ട്. കാരണം കയ്യിലിരിക്കുന്ന മൊബൈല് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ സൈഡ് തിരിഞ്ഞ് എപ്പോഴും റോഡിൽ പോകുമ്പോൾ, ഹോസ്റ്റലിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നതിന് മുമ്പ്, നമ്മുടെ ഒരു കല്യാണത്തിന് കയറുന്നതിന് മുമ്പ്, ഒരു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് എത്രയോ പ്രാവശ്യം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വായിച്ച വചനം എത്ര പ്രാവശ്യം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാറുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാറുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ഭൗതികമായ മുഖത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കറയോ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ സ്റ്റൈല് മാറിയോ ഇരിക്കുന്നത് കണ്ടാൽ നമുക്കൊരു ലജ്ജ തോന്നുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ആത്മീയ മനുഷ്യൻ എത്രയോ നാളായി വൃത്തിഹീനമായി കിടക്കുകയാണ്. എത്ര നാളായി. എൻ്റെ വീട്ടിൽ ഒരു 4-5 കണ്ണാടിയുണ്ട്. വാഷ് ബേസിന്റെ അവിടെയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ റൂമുകൾക്കകത്തുണ്ട് എന്നിരിക്കട്ടെ, ഇഷ്ടം പോലെയുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഈ കണ്ണാടിയിലൊന്നും നോക്കാതെ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ചീപ്പെടുത്തുന്നു, പോതുന്നു, പൗഡർ എടുത്ത് ചുമ്മാ എടുത്ത് മുഖത്ത് തേക്കുന്നു, ഞാൻ പിന്നെ ഡ്രസ്സ് ധരിക്കുന്നു, താണ്ട ഒറ്റ പോക്ക്. ഹല്ലേലൂയ. ഈ പോകുന്ന വഴിയിലുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്ന ചിലർ പറയും, അയ്യേ ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ പോകുന്നത്, ഹെയർ സ്റ്റൈല് ശരിയല്ല, അതേ മുഖത്തെല്ലാം പൗഡർ വാരിയിട്ടിരിക്കുന്നു. ഈ വല്ലാത്തൊരവസ്ഥ. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതം മറ്റുള്ളവർ നിന്ദിക്കപ്പെടാൻ പാടില്ല. അതല്ലേ പ്രിയമുള്ളവരെ പലരും യേശുവിൻ്റെ നാമത്തെ ദുഷിക്കുന്നത്, യേശുവിൻ്റെ നാമത്തെ പരിഹസിക്കുന്നത്? അത് നമ്മൾ കാരണമല്ലേ? കാരണം നമ്മുടെ ദൈവവചനത്തിൽ നിൽക്കുന്നു, എന്നും പള്ളിയിൽ പോകുന്നു, ഈ ബൈബിളും എടുത്തുകൊണ്ട് എന്നും നടക്കുന്നു, പരസ്യങ്ങൾ നടത്തുന്നു, പ്രസംഗങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഈ പ്രസംഗിച്ച വചനങ്ങളോ കേട്ട വചനങ്ങളോ നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതത്തിൽ വരാതെ വരുമ്പോൾ നമ്മുടെ ആ കറയും കളങ്കങ്ങളും എന്ത് ചെയ്യുന്നു? അത് വെളിപ്പെട്ട് വരുന്നു. ഇതാര് കാണുന്നു? ജാതികൾ കാണുകയാണ്. ഈ ജാതികൾ പറയുന്നത് ഇങ്ങനെയാണ്, അയ്യോ അവർ പള്ളിയിൽ പോയിട്ട് അവന്റെ സ്വഭാവത്തിനൊരു മാറ്റമില്ല, അവന്റെ കുടുംബത്തിനൊരു മാറ്റമില്ല, അവന്റെ സംസാരത്തിനൊരു മാറ്റമില്ല. അയ്യോ നമ്മൾ പറയും പോലെ തന്നെ അവരും പറയുന്നു. ഹല്ലേലൂയ. നോക്കണം, എത്ര നികൃഷ്ടമായ അവസ്ഥകളിലേക്കാണ് നമ്മുടെ ആത്മീയ രോഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് എൻ്റെ സന്ദേശം കേട്ടുകൊണ്ട് ഒരു ദൈവ പൈതങ്ങളോട് പറയട്ടെ, ദൈവവചനം എന്ന് പറയുന്നത് അനുഗ്രഹം കിട്ടാൻ നമ്മൾ പറയുന്ന വചനങ്ങൾ പറഞ്ഞല്ല അനുഗ്രഹം കിട്ടണം. ഇത് നമ്മുടെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ, എവിടെയാണ് കറ, എവിടെയാണ് കുറവ്, എവിടെയാണ് വീഴ്ച, വസ്ത്രത്തിൽ പറ്റിപ്പോയോ, അല്ലോ ഞാൻ ഇട്ടിരിക്കുന്ന ആത്മീയ വസ്ത്രം മാറിക്കിടക്കുന്നുണ്ടോ, അരുതാത്തതെന്തെങ്കിലും എൻ്റെ ലൈഫിലുണ്ടോ എന്ന് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്.
അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ അനുദിനമല്ല, ഓരോ സെക്കൻഡുകളിലും നമ്മൾ വായിക്കുന്ന വചനം എൻ്റെ ജീവിതത്തിനകത്തുണ്ടോ, അത് നമ്മൾ ഹിതപരിശോധന നടത്തണം. ഈ വചനത്തിൽ കൂടെ നമ്മൾ മിനുക്കപ്പെടണം, നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കണം. ആരും വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല, ഒരു ദൈവദാസനെ ഏൽപ്പിച്ചിട്ടില്ല. ആർക്കും നമ്മളെ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒരു പള്ളിയിൽ പോയത് കൊണ്ട് അവൻ വിശുദ്ധീകരണം പ്രാപിക്കണമെന്നില്ല. കൈയടിച്ചത് കൊണ്ട്, അന്യഭാഷ പറഞ്ഞുകൊണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു മണവാട്ടി തന്നെ അലങ്കരിക്കണമെന്നാണ്. എങ്ങനെ തന്നെ അലങ്കരിക്കുന്നത്? ഒരു കണ്ണാടി ഇല്ലാതെ അവൾക്ക് എങ്ങനെ അലങ്കരിക്കാൻ പറ്റും? ആ കണ്ണാടിയാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ആരും ആ സ്വർഗീയ മണവാളന്റെ മണവാട്ടിയായ എന്നെയും നിങ്ങളെ ഒരുക്കുവാൻ ഈ ലോകത്തിന് ആരും വരത്തില്ല. കാരണം ഓരോരുത്തർ ദൈവത്തിന്റെ മണവാട്ടികളാണ്. അവർ ഒരുക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഓരോ തെറ്റുകൾ കാണുമ്പോൾ, അയ്യോ ഞാനൊരു പാപിയാണ്, അയ്യോ ഞാൻ ആ പാപം ഇനി ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറുമ്പോൾ മിനുക്കപ്പെടുകയാണ്, വിശുദ്ധീകരണം പ്രാപിക്കുകയാണ്. അങ്ങനെയാണ് ഒരു വിശുദ്ധനായി തീരുന്നത്. അല്ലാണ്ട് ആരോ പ്രസംഗിച്ചു, 2 കൈയടിച്ചു, 2 അന്യഭാഷ പറഞ്ഞു, 21 ദിവസം ഞാൻ ഉപവസിച്ചു, പിന്നെ ആത്മീയത്തിൽ ഞാൻ തികഞ്ഞ ആളാണ്, എനിക്ക് ശുശ്രൂഷകളുണ്ട് എന്ന് പറയുന്നതല്ല. ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ഭാഗമാണ്. എങ്കിലും ഇതൊക്കെ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം നൽകുന്ന കൃപകളൊക്കെയാണ്. പക്ഷെ കൃപയല്ല വിശുദ്ധി എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. വിശുദ്ധി എന്ന് പറയുന്നതിന്റെ സ്വഭാവമാണ്, ദൈവത്തിന്റെ സ്വഭാവമാണ് വിശുദ്ധി. അപ്പോൾ ഒരു ആത്മീയ കുഞ്ഞ് വളർന്ന് വരുമ്പോൾ, കൊച്ചുനാളിലെ എൻ്റെ കുഞ്ഞിന് ഞാൻ ശരിക്കും ചായ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നില്ല, ചായ കൊടുക്കുന്നത് ഇരിക്കട്ടെ, കൊച്ചുനാളിലെ കൊടുക്കുന്നു. അതവന്റെ സ്വഭാവത്തിൽ കയറി. അവൻ എപ്പോഴും ചായ മതി. എടാ, മായമില്ലാത്ത പാല് തരാടാ. എനിക്ക് പാല് വേണ്ട, എനിക്ക് ചായ മതി. എന്താണ്? അവന്റെ സ്വഭാവത്തിൽ കലർന്നത്. പ്രിയമുള്ളവരെ, ഞാനും ഇത് തന്നെയാണ് പറയുന്നത്. ആത്മീയ ശിശുവിന് രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത പാല് കുടിക്കുമ്പോൾ തന്നെ അവൻ അടുത്തേക്ക് വരുന്ന അവന്റെ കുറവുകളെ അവൻ കണ്ടെത്തണം. എന്നും അപ്പനും അമ്മയും അവന്റെ കുറവ് കണ്ടെത്തി തരില്ല, എന്നും പാസ്റ്റർ കുറവ് കണ്ടെത്തി തരത്തില്ല, എന്നും പ്രവാചകന്മാർ കുറവ് കണ്ടെത്തി തരത്തില്ല. അതെല്ലാം ഒരു പരിധിയുണ്ട്. ദൈവം ആക്കിയിരിക്കുന്ന അഭിഷിക്തന്മാർ, ദൈവിക പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇവരൊക്കെ വന്ന് നമ്മുടെ കുറവുകൾ പറഞ്ഞു തരാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ ദൈവവചനം പഠിച്ചും ദൈവവചനം വായിച്ചും അതിൽ ജീവിച്ചുമാണ് ഞാൻ ശുദ്ധീകരണം എന്ന് പറയുന്ന സ്വഭാവത്തിലേക്ക് കടക്കേണ്ടത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ സ്വഭാവത്തിലേക്ക് വരണമെങ്കിൽ അനുദിനം നമ്മുടെ കുറവുകളെ മാറ്റി പോവുക. നമുക്കറിയാം, നമ്മൾ പല്ല് തേക്കാറുണ്ട്. എന്തിനാ പല്ല് തേക്കുന്നത്? അത് നമ്മുടെ ഒരു നിത്യമായ ഒരു സ്വഭാവമായി മാറിക്കഴിഞ്ഞു. കാരണം പണ്ട് അപ്പനും അമ്മയും കൈക്ക് പിടിച്ച് ബ്രഷ് ചെയ്യാറുണ്ട്. അതൊരു സ്വഭാവം ആയി നമ്മുടെ ജീവിതത്തിൽ വന്നു. അത് ആരും പറയണ്ട. കാരണം എന്താണെന്നറിയണ്ടേ? എൻ്റെ പല്ല് മഞ്ഞയായി പോയാൽ, അത് ഹീനമായി പോയാൽ, ഒന്ന് ദുർഗന്ധം വരും. അത് മറ്റുള്ളവർക്ക് എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവർ എന്നെ വെറുക്കും. രണ്ടാമത്തെ കാര്യം, എൻ്റെ പല്ല് മഞ്ഞയായി പോയാൽ അതൊരു നാണക്കേടാണ്. ഇന്നും ആത്മീയ ജീവിതത്തിനകത്ത് പല വിശ്വാസികളുടെ അടുക്കൽ ആർക്കും വന്ന് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് സ്വയമായി ഒന്ന് ശോധന ചെയ്ത്, അല്ലെ എൻ്റെ ബലഹീനത കണ്ടെത്താൻ ഈ കണ്ണാടിയിൽ നോക്കാൻ സമയമില്ല. അവർ രാവിലെ ബൈബിൾ വായിക്കുന്നു, വൈകിട്ട് ബൈബിൾ വായിക്കുന്നു, കിട്ടുമ്പോഴൊക്കെ സമയമുള്ളപ്പോഴും ബൈബിൾ വായിക്കുന്നു. പക്ഷെ ഇത് അനുസരിക്കാൻ കഴിയുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വചനം എന്ന് പറയുന്നത് കണ്ണാടിയാണ്. അത് അനുസരിക്കുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നത്. നമ്മൾ ആരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പൂർണ്ണരാകുന്നില്ല. നമ്മുടെ പിതാക്കന്മാർ ചെയ്ത പാപങ്ങൾ, ആദിമ പിതാവ് ചെയ്ത പാപത്തിന്റെ പലതും
എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു മുറുകെ പറ്റുന്ന പാപങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് നന്മ ചെയ്യാൻ പല ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ തിന്മയായത് പലതും നമ്മുടെ ഇടയിൽ, നമ്മുടെ ഉള്ളിനകത്തുണ്ട്, നമ്മുടെ ജഡത്തിലുണ്ട്. അതങ്ങോട്ട് വിടത്തില്ല. അത് എങ്ങനെയാ മാറുന്നത്? മാറുന്ന ഉപവാസം കൊണ്ട് നടക്കത്തില്ല, കയ്യടി കൊണ്ട് നടക്കത്തില്ല. നമ്മൾ ആത്മീയർ എന്ന് പറഞ്ഞ ദൈവം നിന്ന കൃപകൾ ചെയ്യുന്നതുകൊണ്ട് മാറണമെന്നില്ല. ഓരോ ദിനങ്ങളും ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് ഇതെന്റെ വീഴ്ചയാണല്ലോ അങ്ങനോട് സംസാരിക്കുന്നത്. ഒരു കണ്ണാടിയെ പോലെ നമ്മൾ അതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ എൻ്റെ തെറ്റുകളെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ കാണിച്ചു തരുവാനിടയാകും. ഇതിനു വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ഉപയോഗിക്കണമെന്ന് ദൈവവചനം യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ. ഇസ്രായേൽ മക്കളെ നോക്കണം, അവരും ജീവിതത്തിനകത്ത് ദൈവം അനുഗ്രഹിക്കും. പിന്നീട് കുറെ നാൾ കഴിയുമ്പോൾ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകും, ലോകത്തിന്റെ പിന്നാലെ പോകും. ഇങ്ങനെ പോയി അവരുടെ ജീവിതത്തിനകത്ത് എല്ലാം തകർന്ന് ഉടഞ്ഞു വരുമ്പോൾ ദൈവ ശബ്ദം കേൾക്കും, വീണ്ടും അവർ തിരിച്ചു വരും. പഴയ നിയമങ്ങളെല്ലാം അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. നമ്മുടെ പുതിയ നിയമ വിശ്വാസിയായ നമ്മുടെ ജീവിതത്തിനകത്ത് അനുദിനം ശോധന ചെയ്യാൻ ദൈവം നമ്മുടെ കയ്യിൽ ഒരു കണ്ണാടി തന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ഈ വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കും. ഒരു മാന്യനായ ഒരു മനുഷ്യൻ 10 പേരുടെ മുമ്പ് നിൽക്കുമ്പോൾ അവൻ മാന്യനാണ്. കാരണം എന്താണെന്ന് അറിയണ്ടേ? അവൻ എല്ലാത്തിലും ഒരു പഞ്ച്വാലിറ്റിയാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിനകത്ത് ആരാധനയ്ക്കുള്ള സമയം കൃത്യമായിരിക്കണം. നമ്മൾ ഈ വചനം വായിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? കൃത്യമായി ആരാധനയ്ക്ക് പോകാറുണ്ടോ? നമ്മൾ എത്രയോ വർഷം കൊണ്ട് ദൈവവചനം വായിക്കുന്നില്ലേ? എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിനകത്ത് അയ്യോ ഞാൻ ആരാധനയ്ക്കൊക്കെ പോകുന്നത് 10 മണിക്ക് തുടങ്ങിയാൽ 11 മണിക്കാണ് പോകുന്നത്, 10:30ക്കാണ് പോകുന്നത്, അയ്യോ തെറ്റാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിനകത്ത് വന്നോ? നമ്മുടെ വിശ്വാസികൾ നമ്മുടെ ബന്ധുക്കളെ വെറുക്കരുത്, അല്ലെങ്കിൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് നമ്മൾ ഒത്തിരി വായിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഇന്നും നമുക്ക് പലരോടും ശത്രുതയുണ്ടല്ലോ. കാരണം എന്താണ്? ഈ കണ്ണാടി ഇത്രയും വ്യക്തമായി നമുക്ക് കാണിച്ചു തന്നിട്ടും സ്വാഭാവികമായി നമ്മുടെ മുഖം മറന്നു പോകുന്നത് പോലെ നമ്മുടെ ബലഹീനതകൾ നമ്മൾ തള്ളിക്കളയുകയാണ്. എന്നിട്ട് നമുക്ക് ഭയങ്കര ആരാധനയാണ്, ഭയങ്കര പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവർ, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവനാമമാണ് ദുഷിക്കപ്പെടുന്നത്. നേരത്തെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ, പല്ല് തേക്കാത്ത മാന്യൻ ഒരാൾ 10 പേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന്റെ വായ്ക്കകത്തുനിന്ന് ദുർഗന്ധം വരുമ്പോൾ മറ്റുള്ളവർ മൂക്കിൽ പിടിക്കുന്നത് പോലെ പുറമേ നോക്കുമ്പോൾ ഭയങ്കര വിശുദ്ധനാണ്, ഭയങ്കര പ്രാസംഗികനാണ്, ഭയങ്കര ആരാധനക്കാരനാണ്, ഭയങ്കര തീരുമാനമുള്ള മനുഷ്യനാണ്, ഭയങ്കര കൃപാപരമുള്ള മനുഷ്യനാണ്. പക്ഷേ മറ്റുള്ളവർ മൂക്ക് പൊത്തുകയാണ്. കാരണം എന്താണ്? അവന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നോക്കി ഒന്ന് വൃത്തിയാക്കേണ്ട മേഖലകളെ വൃത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പലരും നമ്മുടെ അടുക്കൽ നിന്നും അകന്നു പോകുന്നു. എന്ന് വെച്ചാൽ ദൈവനാമത്തിൽ നിന്നും അകന്നു പോകുന്നു. അനേകർ പിന്മാറ്റത്തിൽ പോവുകയാണ്. അനേകർ ഈ ക്രിസ്തുവിന്റെ നാമത്തെ ത്യജിച്ചു പോവുകയാണ്. അനേകർ ക്രിസ്തുവിന്റെ നാമത്തെ പരിഹസിക്കുകയാണ്. എൻ്റെ പൊന്നുപ്രിയമുള്ളവരെ, സഹോദരി സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ഈ വചനം എന്ന് പറയുന്ന ദൈവിക കണ്ണാടിയാണ്. ദൈവത്തിന്റെ മുഖം കണ്ട് എവിടെയാണ് നമുക്കറിയാം, തട്ടാന് നിങ്ങൾക്കറിയാം. തട്ടാൻ, നമ്മുടെ സ്വർണം പണിയുന്ന തട്ടാന്മാർ, അവർക്കൊരു സ്വഭാവമുണ്ട്. അവരുടെ കയ്യിലിരിക്കുന്ന ആഭരണം തീയിലിടുന്നു, വീണ്ടും ചാരവെള്ളത്തിലിടുന്നു, തീയിലിടുന്നു, ചാരവെള്ളത്തിലിടുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ തട്ടാൻ വെള്ളത്തിലും തീയിലുമിട്ട ഈ ആഭരണം താൻ ഇങ്ങനെ നോക്കാറുണ്ട്. കുറേ സമയം കഴിയുമ്പോൾ തൻ്റെ മുഖം ഒന്ന് തലയാട്ടും. എന്തിനെന്നറിയണ്ടേ? തൻ്റെ മുഖം ആഭരണത്തിന്റെ അതിനോട് പതിഞ്ഞു വന്നപ്പോൾ, തൻ്റെ മുഖം അതിലോട്ട് വെളിപ്പെട്ട് വന്നപ്പോൾ തനിക്ക് മനസ്സിലായി, ഇതിനകത്തുള്ള കീടങ്ങൾ മാറുകയാണ്. ഞാൻ ദൈവത്തിന്റെ വചനം നോക്കി അത് പഠിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ ഒരു രൂപമായി ഞാൻ മാറുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്രിസ്തുവിന്റെ രൂപമായി കഴിഞ്ഞാൽ അനേക ആത്മാക്കൾ യേശുവിനെ അറിയും, പാപികൾ ദൈവത്തിങ്കിലേക്ക് വരും, അനേക രോഗങ്ങൾ സൗഖ്യമാകും. ആദിമ നൂറ്റാണ്ടിലുണ്ടായ ദൈവപ്രവൃത്തികൾ നടക്കുവാനിടയാണ്. അതിപ്പോഴും ആരുടെ പരസ്യമൊന്നും വേണ്ട, ആർക്കും ഇവിടെ പോസ്റ്റ് കെട്ടേണ്ട ആവശ്യമില്ല.
ആരോടും പറയേണ്ട ആവശ്യമില്ല. യേശു ഉള്ളിടത്ത് പുരുഷാരമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനായി ഞാൻ മാറിയാൽ, ദൈവത്തിന്റെ അതേ ഛായയായി ഞാൻ മാറിക്കഴിഞ്ഞാൽ എന്തായിത്തീരും? ഹല്ലേലൂയ. വരേണ്ടവർ നമ്മുടെ ദൈവസഭകളിൽ കടന്നു വരും. മതം മാറ്റാനോ ഒന്നും നമ്മൾ കടന്നു പോകേണ്ട ആവശ്യമില്ല. അപ്പുറത്തുള്ള ചർച്ചയിൽ നിന്ന് ഇപ്പുറത്തോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. ആരും വിളിക്കേണ്ട. അനേക പാപികൾ മാനസാന്തരപ്പെടണമെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ പ്രതിരൂപമായി മാറണം. ക്രിസ്തുവിന്റെ പ്രതിരൂപമായി മാറണമെങ്കിൽ എന്നിലുള്ള അഴുക്കുകൾ മാറണം. എന്നിലുള്ള അഴുക്കുകൾ മാറണമെങ്കിൽ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കി ഓരോ ദിനങ്ങളിലും വായിക്കുന്ന ദൈവത്തിന്റെ വചനം നിമിത്തം അതിൽ വിശുദ്ധീകരണം ലഭിക്കുവാനിടയാകും. ആമേൻ. ഹല്ലേലൂയ. ഇതിനാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടുള്ളത്. ഹല്ലേലൂയ. ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഒരു വചനം എടുത്തു വെച്ച് പ്രാർത്ഥിക്കും. ഓക്കെ, അത് കിട്ടും, കിട്ടത്തില്ലെന്നല്ല. ഓരോ വചനത്തിനും ജീവനുണ്ട്. ഞാനിവിടെ പ്രസംഗിക്കുന്ന ഈ വചനത്തിന് ജീവനുണ്ട്. ഇതിനകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വചനത്തിനും ജീവനുണ്ട്. ജീവനായ വചനമാണ്, ജീവന്റെ അപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചനം പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ അതിനൊരു വ്യവസ്ഥയുണ്ട്. നമ്മൾ പലപ്പോഴും വ്യവസ്ഥ തെറ്റി വചനങ്ങൾ പറയുന്നത് കൊണ്ടാണ്, പ്രസംഗിക്കുന്നത് കൊണ്ടാണ് ദൈവപ്രവൃത്തി നടക്കാത്തത്. അപ്പോസ്തലന്മാരുടെ ഇടയിൽ അവർ വചന വ്യവസ്ഥ പ്രകാരം അവർ നിന്ന് ശുശ്രൂഷിച്ചു. ഓരോ ശുശ്രൂഷകളിലും ദൈവികമായ അത്ഭുതങ്ങൾ സംഭവിക്കാനിടയായി. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ ദൈവസഭകളിലും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്? കാരണം വചനത്തിന് ആരും വില കൊടുക്കുന്നില്ല. വചനമെന്ന് പറയുന്നത് അവനവന്റെ ബ്രഷ് കൊണ്ട് മനോഹരമായിരിക്കുന്ന ചിത്രം വരച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കയ്യടി വാങ്ങുക, മറ്റുള്ളവർ സൂപ്പറായിരിക്കണം എന്നുള്ളത് പോലെയാണ് ഇന്നത്തെ ഓരോ സന്ദേശങ്ങളും. പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, മെസ്സേജ് കൊടുക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരോട് ഞാൻ പറയട്ടെ, ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ലൈഫിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നമ്മൾ വായിക്കുന്ന ദൈവവചനത്തിൽ കൂടെ ശുദ്ധീകരണം ലഭിക്കാതെ, അതുകൊണ്ടാണ് യേശു മത്തായി സുവിശേഷത്തിൽ പറഞ്ഞത്, എൻ്റെ ഈ വചനങ്ങൾ കേട്ട് അനുസരിക്കുന്നവനെല്ലാം പാറമേൽ വീട് പണിഞ്ഞ മനുഷ്യനോട് തുല്യനാകുവാനിടയാകും. ഹല്ലേലൂയ. നമ്മുടെ വാക്സാമർത്ഥ്യം അതിൽ പ്രദർശിപ്പിക്കുന്ന സ്ഥലമല്ല യാഗപീഠം, കൺവെൻഷനുകൾ, ഉപവാസ പ്രാർത്ഥനകൾ. നമ്മുടെ ശൈലികൾ നമ്മിലേക്കല്ല, നമ്മുടെ മെസ്സേജിലല്ല ജനം ആകർഷിക്കപ്പെടേണ്ടത്. ദൈവവചനത്തിൽ ജനം അനുതപിച്ച് വീഴേണ്ട ദിനങ്ങളായി തീരണം. നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ 90-കൾക്ക് മുമ്പ് ഒരു വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ആത്മതപനമുണ്ടായിരുന്നു, ആത്മാവിന്റെ വിളിയുണ്ടായിരുന്നു. നിലവിളിയോടുകൂടെ ജനം വചനമേറ്റെടുക്കും. ഓരോ സഹോദരീ സഹോദരന്മാർ ആലയം വിട്ടിറങ്ങുമ്പോൾ കണ്ണുകളെല്ലാം ചുമന്നിരിക്കും. എന്തിനെന്നറിയണ്ടേ? ആ കേട്ട ദൈവത്തിന്റെ വചനം, ആ കണ്ണാടി വ്യക്തമായി അവരുടെ മുമ്പിൽ പ്രദർശിച്ചപ്പോൾ അവരുടെ കുറവുകൾ കാണുവാനിടയായി. ഇന്ന് ഏത് മീറ്റിങ്ങിലാണ് കുറവുകൾ പറയുന്നത്? ഏത് മീറ്റിങ്ങിലാണ് ദൈവവചനമാവുന്ന കണ്ണാടി നിവർത്തി വെക്കുന്നത്? നമ്മൾ ഇന്ന് ചെയ്യാറുണ്ട് പ്രിയമുള്ളവരെ. നമ്മളെ മറ്റുള്ള മുമ്പിൽ പ്രദർശിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സഭകളിൽ മാനസാന്തരമില്ല, അനുതാപമില്ല, ആത്മതപനമില്ല, കണ്ണുനീരില്ല. സ്തോത്രം. ജനം അഹങ്കാരികളും അഹംഭാവികളുമായി മാറി, നിഗളികളും ധാർഷ്ട്യക്കാരുമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നിമിത്തം എന്ത് സംഭവിക്കുന്നു? ദേശത്ത് ദൈവനാമം ദുഷിച്ചു കൊണ്ടിരിക്കുന്നു. അനേക ലക്ഷങ്ങൾ ദൈവസനി വരേണ്ടത് ഞാൻ കാരണം, നമ്മൾ കാരണം, പലപ്പോഴും നമ്മുടെ പ്രവൃത്തി കാരണം, പ്രവൃത്തി ദോഷം കാരണം ഇതെല്ലാം തടഞ്ഞിരിക്കുക. പ്രിയമുള്ളവരെ, ആ അനുഭവത്തിൽ നിന്നും നമുക്കൊരു മടങ്ങി വരണം. അതിനുവേണ്ടിയാണ് ദൈവം മനോഹരമായിരിക്കുന്ന ദൈവവചനത്തെ നമുക്ക് തന്നിരിക്കുന്നു. ഈ വചനങ്ങൾ, ഞാൻ പറയുന്ന ഈ വചനങ്ങൾ കേട്ട് അനുസരിക്കുന്നവനെല്ലാം പാറമേൽ വീട് പണിഞ്ഞ മനുഷ്യന് തുല്യനാകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ
നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ നിമിഷമുള്ള തെറ്റുകൾ ആരും ചിലപ്പോൾ നിങ്ങൾക്ക് കുറവുകൾ മനസ്സിലാക്കി തരത്തില്ല. ഇന്നത്തെ പ്രവാചകന്മാർ, പണ്ടുള്ള പ്രവാചകന്മാർ, ഇന്നുള്ള പ്രവാചകന്മാർ, ഇന്ന് ഒത്തിരി നല്ല പ്രവാചകന്മാരുണ്ട്. ഞാൻ ആരും കുറ്റം പറയുകയല്ല. പണ്ടുള്ള പ്രവാചകന്മാർ അവന്റെ ഉള്ളിനകത്തിരിക്കുന്ന പാപങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. യെശയ്യാവിനെ നോക്കണം, ഇരമ്യാവിനെ നോക്കണം, യെഹസ്കേലിനെ നോക്കണം, ദാനിയേലിനെ നോക്കണം, നമ്മുടെ പിതാക്കന്മാരെ നോക്കണം. പൗലൂസ് തന്നെ ഒരിക്കൽ രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അവന്റെ പാപത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാപം, മുറുകെ പറ്റുന്ന പാപം മാറണോ? ദൈവവചനത്തിന്റെ കണ്ണാടി ഒന്ന് തുറക്കണം. ഹൃദയംഗമായി നിങ്ങൾ വചനം വായിക്കണം. അതിനകത്തുള്ള ഓരോ തെറ്റുകളും നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് ഏറ്റു പറയണം. വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കരയണം. ആത്മതപനം ചെയ്ത്, കർത്താവേ, ഞാൻ ഇതിൽ വീണിരിക്കുകയാണ്, എനിക്കിതിനേക്ക് മാറ്റിത്തരണം. ആ സെക്കൻഡ് നിങ്ങൾ ആ ഭാഗം ഒരു ശുദ്ധീകരണത്തിലോട്ട് വരികയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വർഷങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ദൈവവചനം വായിക്കുന്നവരായിരിക്കാം. നാം കാരണം എത്ര ആത്മാക്കൾ പിന്മാറിപ്പോയി. ഞാൻ കാരണം എന്നെ കണ്ടിട്ട് എത്രയും പേർ യേശുവിനെ വേണ്ടെന്ന് പറഞ്ഞു പോയി. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിനെല്ലാം നാം ദൈവ സന്നിധിയിൽ ഒരു നിമിഷം കണക്ക് കൊടുക്കണം. കാരണം ഞാൻ ആരായിരുന്നെന്നറിയണ്ടേ? അന്ധകാരത്തിലായിരുന്നു. ഞാൻ ഇന്നെവിടെയാണ്? അത്ഭുത പ്രകാശത്തിലാണ്. എന്തിനു വേണ്ടിയാണ്? തൻ്റെ അത്ഭുതങ്ങളെ ഘോഷിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു ജാതിയായി, രാജകീയ പുരോഹിത വിശുദ്ധ വംശമായി ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ ഇന്നും അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നുവെങ്കിൽ കർത്താവ് എത്രമാത്രം ദുഃഖിക്കുന്നു. മറ്റുള്ളവർ ആത്മീയ വഴികളെ ഞാൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. യേശുവിങ്കിലേക്കുള്ള വഴി തടഞ്ഞത് എൻ്റെ പ്രവൃത്തിയാണ്, എൻ്റെ സ്വഭാവമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് ആ അവസ്ഥയിൽ നിന്ന് മാറാം. ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നമുക്ക് ശരിക്കും ഒന്ന് ധ്യാനിക്കാം. എവിടെയാണ് എൻ്റെ കുറവ്? സഭയുടെ കുറവല്ല, പാസ്റ്ററുടെ കുറവല്ല, ഭാര്യയുടെ കുറവല്ല, ഭർത്താവിൻ്റെ കുറവല്ല, കുഞ്ഞുങ്ങളുടെ കുറവല്ല, പ്രസംഗിക്കുന്നവരുടെ കുറവല്ല. എൻ്റെ കുറവ് എവിടെയാണ്? ഈ വചനത്തിനകത്ത് കർത്താവേ, എൻ്റെ കുറവുകളെ എനിക്ക് വെളിപ്പെടുത്തണം. എനിക്കെവിടെയാണ് സൗന്ദര്യം കൂട്ടേണ്ടത്, ആത്മീയ സൗന്ദര്യം കൂട്ടേണ്ടത്? എവിടെയാണ് എൻ്റെ ആത്മീയമായി സൗന്ദര്യത്തിൽ കുറവ് വന്നു പോയത്? അത് ദൈവവചന പ്രകാരം കൃപയിൽ കൂട്ടിക്കോളാം. പ്രാർത്ഥനയാണോ കുറഞ്ഞത്? അത് കൂട്ടിക്കൊള്ളാം. ഇതെല്ലാം പ്രാർത്ഥന കുറവുണ്ടെങ്കിൽ ഈ വചനം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്തുകൊണ്ട് പ്രാർത്ഥന കുറവ്? എന്തുകൊണ്ട് ഇന്ന് ആത്മീയമായി മുന്നേറാൻ പറ്റുന്നില്ല? അത് ഇതിവിടെ വെളിപ്പെടുത്തും. കണ്ണാടി കാണിച്ചത് എന്തുകൊണ്ട്? ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്നു, വണ്ടി പെട്ടെന്ന് നിന്നു. ഇവിടെ നമുക്ക് സെൻസറൊക്കെ ഉണ്ട്. എന്തുകൊണ്ട്? വർഷാപ്പ് മേസ്തിരി വരുന്നു, അത് പെട്ടെന്ന് പറയാൻ ഇന്ന കാര്യമാണ്. നമ്മളത് മാറ്റുമ്പോൾ അത് വീണ്ടും പഴയതുപോലെ പോകും. ഇത്രയേ ഉള്ളൂ. എനിക്ക് പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കർത്താവെ, പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റൂല. ഈ വചനം നോക്കണം. എവിടെയാണ്? എൻ്റെ വാക്കിലാണോ? എൻ്റെ ജീവിതത്തിലാണോ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത? അവിടെ ഒരു ക്രമീകരണം വരുമ്പോൾ ഞാൻ പഴയതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പഴയതുപോലെ ആത്മീയത്തിൽ ഇല്ല എങ്കിൽ നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞ് പ്രസംഗിക്കുന്നവരെയും സഭക്കാരെയും ഭാര്യയും ഭർത്താവിനെയും പരസ്പരം കുറ്റം പറഞ്ഞ് ജീവിതം മുഴുവനും കുറ്റം പറഞ്ഞ് അവസാനം നിത്യ നരകത്തിലേക്ക് നാം മാറ്റപ്പെടും. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം മറ്റൊന്നിനു വേണ്ടിയുള്ളതല്ല. നമ്മുടെ ജീവിത യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കറകളെയും കളങ്കങ്ങളെയും, നമ്മുടെ ജീവിതത്തിലെ സൗന്ദര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നിടത്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ എന്ത് ചെയ്യണമെന്നും കാണിച്ചു തരുന്ന മനോഹരമായിരിക്കുന്ന കണ്ണാടിയാണ് ദൈവത്തിന്റെ വചനം. സ്വയം ജീവിതത്തെ മിനുക്കുന്ന, നിത്യതയുടെ അവകാശിയായി തീരുവാൻ, ആത്മമണവാളനായ ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരുവാൻ അതൊരു ദിവസം കൊണ്ടല്ല ഒരുങ്ങുന്നത്. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ കർത്താവിന്റെ വരവരെ ഒരുക്കമുണ്ടായിരിക്കണം. ഓരോ സെക്കൻഡും അതിനു വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം. രാവിലെ വായിച്ച വചനം നമ്മൾ ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും പോകുമ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യും? അത് ജീവിതത്തിൽ കൊണ്ടുവരണം. ജീവിതത്തിൽ ഒരു കഷ്ടത, വലിയൊരു ഭാരം വരുന്നുണ്ട്. നമ്മൾ രാവിലെ വായിച്ച 121 സങ്കീർത്തനം,
യഹോവ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്കും എനിക്ക് സഹായം ഇടന്നു വരും. എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ആ ഒരു വചനം മതി ആ പ്രശ്നങ്ങളെ പരിഹരിക്കാം. പക്ഷെ ആ വചനം എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ആ വചനം നിങ്ങൾ വിശ്വസിക്കണം. ആ വചനത്തിൽ നിങ്ങൾ പറയണം, യഹോവ എൻ്റെ ഇടയനാകുന്നു. ആ ഇടയനാണെങ്കിൽ ആ ഇടയൻ പറയുന്നത് പോലെ യാത്ര ചെയ്യുന്നവന് ഒരു മുട്ടും ദൈവം വരുത്തുകയില്ല. സഹായം ഉയരത്തിൽ നിന്നായിരിക്കും. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു പ്രയോജനകരമായി തീരട്ടെ. ഞാൻ വളരെ സാവധാനം നിങ്ങൾക്ക് ഈ വചനം പരിശുദ്ധാത്മ നമുക്ക് ഒരുമിച്ച് പറഞ്ഞു തന്നത്. നമ്മുടെ കറ, കളങ്കം, നിത്യതയെ തടയും. നിങ്ങൾ ചെറുതെന്ന് പറയുന്ന ഒരു വിഷയം അത് നിങ്ങളുടെ ആത്മമണ്ഡലത്തെ തടയും, നിങ്ങളുടെ പ്രാർത്ഥനയെ തടയും, നാളെയുടെ നിത്യതയുടെ വഴിയെ തടയിടും. കാഹള ശബ്ദം കേൾക്കുമ്പോൾ എണ്ണ കുറഞ്ഞവളെ തള്ളിക്കളഞ്ഞു 5 ബുദ്ധിയുള്ളവർ. അവർക്ക് വിളക്കുണ്ട്, തിരിയുണ്ട്, അവർ കന്യകത്വം കാത്തു സൂക്ഷിച്ചവരാണ്, എല്ലാം ചെയ്തവരാണ്. പക്ഷെ എന്തില്ല? എണ്ണയില്ല. എണ്ണയില്ലാത്തതിൻ്റെ പേര് തള്ളിക്കളഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പുസ്തകം തന്നിരിക്കുന്നത് നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തുവിൻ്റെ വരവേറ്റു കൊടുത്തിരിക്കുന്നു. തൻ്റെ മണവാട്ടിയെ കൊണ്ടുപോകാൻ സമയമായി. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഒരു പ്രവാചകന്റെ അടുക്കലല്ല പോകേണ്ടത്, ദൈവവചനത്തിൽ ധ്യാനിക്കുക. വായിച്ച് ജീവിക്കുകയല്ല, വായിച്ചതിൽ ജീവിക്കുവാൻ ശ്രമിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കണ്ണാടിയാണ്. അത് നൂത്ത് വായിക്കുമ്പോൾ, തുറന്ന് വായിക്കുമ്പോൾ, നിവർത്തി വായിക്കുമ്പോൾ നിങ്ങളുടെ കുറവുകളെ അത് കാണിച്ചു തന്നാൽ ഉടൻ അവിടെ ക്ലിയർ ചെയ്യുക. നമ്മൾ കണ്ണാടിയിൽ ചെന്ന് നോക്കുമ്പോൾ മുഖത്ത് പാട് കിടക്കുന്നു, നമ്മളെന്ത് ചെയ്യും? ഉടൻ അതിനെ തേച്ച് വൃത്തിയാക്കും. പൗഡർ അല്പം കൂടിപ്പോയി, നമ്മളവിടെ ക്ലിയർ ചെയ്യും. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം. ഒക്കെ ആത്മീയ മനുഷ്യൻ ഒരിക്കലും അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തരുത്. ആത്മീയ ജീവിതത്തിൽ എവിടെയെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കാൻ ശ്രമിക്കുക. കർത്താവ് നിങ്ങളെ ഈ സന്ദേശത്തിൽ കൂടെ ചിലരെയും കൂടെ ആത്മീയത്തിലോട്ട് കൊണ്ടുവരട്ടെ. വചനവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, മനുഷ്യന്റെ ആത്മീയ മണ്ഡലത്തെ മിനുക്കുന്ന കണ്ണാടിയാണ് ദൈവത്തിന്റെ വചനം. ആ വചനം ഞങ്ങൾ ഒത്തിരി വായിക്കുന്നുണ്ട് അപ്പച്ച, പക്ഷെ വചനം ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഞങ്ങളെ തന്നെ ചതിച്ചുകൊണ്ട് ജീവിക്കുന്നു കർത്താവേ. എന്നാൽ യാക്കോബ് അപ്പച്ചൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സന്ദേശം കേട്ട ഓരോ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ, ഈ വചനം നിമിത്തം ഒരു വിടുതൽ ഉണ്ടാകണം. പരിശുദ്ധാത്മ നിയന്ത്രിക്കണം, സഹായിക്കണം. സർവമാനമഹത്വം എല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. കർത്താവ് നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.